ഇതുപോലെ 12 ചെറുകിട ജലസേചന പദ്ധതികൾ കേരളത്തിലുണ്ട്. അവരെല്ലാം വീണ്ടും നീട്ടിത്തരണമെന്ന് പറഞ്ഞാൽ നീട്ടി കൊടുക്കുമോ ഈ ഗവൺമെന്റ്? BOT വ്യവസ്ഥകൾ ക്യാബിനറ്റ് പോലും അറിയാതെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇലക്ട്രിസിറ്റി മന്ത്രിയുടെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ യോഗം കൂടി തീരുമാനമെടുക്കുന്നത്. വ്യവസായം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പൊതുപാധിയായിട്ടാണ് കാണുന്നത്. വ്യവസായങ്ങൾ കൂടുതൽ വരുന്നതിന് ഇത്തരം പദ്ധതികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. KCBയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമല്ല. പിന്നെ വൈദ്യുതി വകുപ്പിൻ്റെ നിലപാട് പറഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി ക്യാബിനറ്റല്ലേ. വ്യവസായ സൗഹൃദ കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് 3 പതിറ്റാണ്ടോളമായി മണിയാർ ഡാമിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിനുള്ള അനുമതി കാർബറാണ്ടം കമ്പനിക്ക് നൽകി വന്നത്. BOT വ്യവസ്ഥയിലുള്ള പ്രോജക്ട് കാലാവധി അവസാനിച്ച് സർക്കാരിന് മടക്കി നൽകേണ്ടതിന് പകരം കരാർ നീട്ടാനുള്ള തീരുമാനം കൈക്കൊണ്ടത് പ്രത്യക്ഷമായ 625 കോടിയുടെ അധിക ലാഭം കമ്പനിക്കുണ്ടാക്കി കൊടുക്കുമെന്നും പരോക്ഷ മൂല്യം 5000 കോടിയുടേതാണ് എന്നും അതിനു പിന്നിൽ അഴിമതിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആരോപണം ഉന്നയിച്ചത്. ചെന്നിത്തല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് വ്യവസായ മന്ത്രിയുടെ മറുപടി. സാമ്പത്തിക പ്രയാസവും വൈദ്യുതി ദൗർലഭ്യവും അനുഭവിക്കുന്ന കേരളത്തിന് കാലാവധി കഴിഞ്ഞ് പൊതുസമ്പത്തിൽ നിക്ഷിപ്തമാക്കേണ്ട പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകേണ്ട ആവശ്യമെന്ത് എന്നതാണ് ചോദ്യം. വൈദ്യുതി താരിഫ് വർധനയടക്കം പ്രഖ്യാപിച്ചിരിക്കെ മണിയാർ പദ്ധതിയിൽ സർക്കാരിനുള്ള ആത്മാർത്ഥത എത്രത്തോളമാണ്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ M പ്രകാശ് മാസ്റ്റർ CPM-ൽ നിന്നും, ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൽ നിന്നും, ശ്രീ ജയസൂര്യൻ BJP-യിൽ നിന്നും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല നമ്മളോടൊപ്പം തത്സമയം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ രമേശ് ചെന്നിത്തല, ഇതിപ്പോ നമ്മുടെ ആസ്തി അല്ലെ, 30 വർഷക്കാലത്തിന് ശേഷം സംസ്ഥാനത്തിന്റെ പൊതുസമ്പത്തിൽ ലയിക്കേണ്ട ആസ്തി എന്തു കാര്യത്തിന് ഇത്തരത്തിൽ നീട്ടി നൽകണം എന്നുള്ളതാണ്. ഇപ്പൊ വ്യവസായ സൗഹൃദമൊക്കെ ശരി, പക്ഷെ ആണ്ടകാലം സംസ്ഥാനത്തിന്റെ പൊതുസമ്പത്ത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാൻ കഴിയുമോ? അതാണ് എന്റെ ചോദ്യം. കേരളം വ്യവസായ സൗഹൃദമാകണം, വ്യവസായങ്ങൾ ആരംഭിക്കണം. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുമ്പാണ് നയനാർ ഗവൺമെന്റ് ആണ് ഈ പദ്ധതി കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കണം. കാലാവധി നീട്ടി കൊടുക്കണമെന്ന് ഈ എഗ്രിമെന്റിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവര് പറയുന്നത് 2019-20 വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടമുണ്ടായി. ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെന്റിന് കൊടുത്ത കത്തിൽ പറയുന്നു അങ്ങനെ ഒരു വെള്ളപ്പൊക്ക നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടില്ല, അത് ഇതുവരെ ആരും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ വെള്ളപ്പൊക്കത്തിന് നാശനഷ്ടം ഉണ്ടായെങ്കിൽ അവര് ഇൻഷുറൻസ് ക്ലെയിം അല്ലേ ആവശ്യപ്പെടേണ്ടത്? അതിനു പകരം വീണ്ടും 25 വർഷം നീട്ടി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്, വലിയ കൊള്ളയുണ്ട്. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച ആ കാലഘട്ടത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു 30 വർഷം കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് തിരികെ കൊടുക്കണമെന്ന്. ഈ പദ്ധതി മാത്രമല്ല, BOT വ്യവസ്ഥയിൽ ഏർപ്പെട്ട 12ഓളം പദ്ധതികൾ കേരളത്തിലുണ്ട്, ഇൻക്ലൂഡിംഗ് വിഴിഞ്ഞം പദ്ധതി. ഇത് നീട്ടിക്കൊടുത്താൽ എല്ലാ പദ്ധതികളും ഇതുപോലെ തൊടുന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊടുക്കേണ്ടി വരും. മാത്രമല്ല കോടതിയിലേക്ക് അടക്കം പോയാലും കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും അല്ലെ? തീർച്ചയായിട്ടും. തന്നെയുമല്ല, വിഴിഞ്ഞം പദ്ധതി പോലുള്ള പദ്ധതി ഇപ്പം 40 വർഷമാണ്. അത് 2ാം ഘട്ടമാകുമ്പോൾ 50 വർഷം, 3ാം ഘട്ടമാകുമ്പോൾ 60 വർഷം. അത് കഴിഞ്ഞാൽ 100 വർഷത്തേക്ക് വേണമെങ്കിൽ അദാനിക്ക് നീട്ടിക്കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനകത്ത് വൻ അഴിമതിയാണ്. എപ്പോഴും വൈദ്യുതി ബോർഡ് എന്ന് പറയുന്നത് CPM-ന്, വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കറവ പശുവാണ്. രാവിലെ മുതലെടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു കാരണവശാലും ഈ കൊള്ളയ്ക്ക് കേരളം കൂട്ടുനിൽക്കാൻ പാടില്ല. ഗവൺമെന്റ് അടിയന്തരമായി ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഇതിപ്പോ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ കരാർ നീട്ടിക്കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ കരാർ പ്രാഥമികമായി ഇലക്ട്രിസിറ്റി ബോർഡും കാർബറാണ്ടവും തമ്മിലുള്ളതാണല്ലോ. അവിടെ വ്യവസായ വകുപ്പിന്റെ റോൾ എന്താണ് ശ്രീ രമേശ് ചെന്നിത്തല? ഒരു റോളും ഇല്ല. അത് P രാജീവ് അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം കിടന്ന് ബഹളം വെക്കുന്നതാണ്. 1 വർഷം മുമ്പ് ഇതുമായിട്ടൊരു ചർച്ച ഉണ്ടായപ്പോഴും അദ്ദേഹം ഇത് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വ്യവസായ 30 വർഷം ഫ്രീ ആയിട്ട് കൊടുത്തല്ലോ, അവര് അതെല്ലാം ആനുകൂല്യം അനുഭവിച്ചല്ലോ. ഇനി അവര് സംസ്ഥാനത്തിനോ ചെയ്യട്ടെ. അവരിപ്പോ ധാരാളം കരാർ ലംഘനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് അന്യ സംസ്ഥാനത്തുനിന്ന് വൈദ്യുതി എടുക്കുന്ന കരാർ ലംഘനം
നഗ്നമായ കരാർ ലംഘനം നടത്തുന്ന കമ്പനിയാണിത്. അതുകൊണ്ട് ഈ കരാർ ലംഘനം സംബന്ധിച്ച് കോബ്രകടയടക്കം സംസ്ഥാന സർക്കാരിനെ മുൻപ് അറിയിച്ചിട്ടുണ്ട്. ഈ അറിവെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് വീണ്ടും ഈ കരാർ കൊടുക്കുന്നത്. അത് ഒരു മന്ത്രിയോട് ഞാൻ അദ്ദേഹം തന്റെ നിലപാട് തന്റെ നിലപാട് ഉറച്ചു നിൽക്കാം. അദ്ദേഹം വൈദ്യുതി മന്ത്രിയാണ്. വൈദ്യുതി ബോർഡിന്റെ താല്പര്യമാണ്, ജനങ്ങളുടെ താല്പര്യമാണ് ഈ കാര്യത്തിൽ സംരക്ഷിക്കേണ്ടത്. അദ്ദേഹം ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഇനി എനിക്ക് അറിയേണ്ടതായിരുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളോട് സംസാരിച്ചതിന്. രമേശ് ചെന്നിത്തലയാണ് ഈ ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ ആണ് അദ്ദേഹം പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു വിശദീകരണം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാൻ തോന്നുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇതിൽ ഇപ്പോ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പും രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങൾ, അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തേത്, അങ്ങനെ KSEBയും കാർബറാണ്ടം കമ്പനിയും തമ്മിലുള്ള ഒരു കരാർ, അത് BOT വ്യവസ്ഥയിലുള്ള ഒരു പ്രോജക്റ്റ്, അത് സംസ്ഥാന സർക്കാരിന്റെ ആസ്തിയിലേക്ക് ലയിപ്പിക്കേണ്ട സമയത്ത് ഇതിൽ തീരുമാനമെടുക്കേണ്ട പ്രാഥമികമായ ഏജൻസി എന്ന് പറയുന്നത് KSEB ആണല്ലോ. അതിലേക്ക് എങ്ങനെയാണ് ഈ വ്യവസായ വകുപ്പിന്റെ തീരുമാനം എത്തുന്നത്? ഇതില് ഈ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സമീപകാലത്തായിട്ട് മറ്റ് സ്വതന്ത്രമായിട്ടുള്ള പവർ പ്രോജക്റ്റുകളും ഉണ്ട്. കേരളത്തിലാകെ 2 ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റിനാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. അത് 94-ലാണ്. അതിൽ ടേസൽ എന്ന് പറയുന്ന പദ്ധതിക്ക് അതിൻ്റെ രേഖയിൽ തന്നെ, കരാറിൽ തന്നെ അത് നീട്ടിക്കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രാജ്യത്താകെ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമത്തിൽ അത് എത്ര കാലം ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുവോ അത്രയും കാലം നീട്ടിക്കൊടുക്കുന്നതിന് സാങ്കേതികമായ നിലക്കുള്ള യാതൊരു തടസ്സവുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവ്, അതിൻ്റെ മെയിൻ്റെനൻസ്, അതുൾപ്പെടെയുള്ള സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആ കമ്പനി തന്നെയാണ്, കാർബറാണ്ടം തന്നെയാണ്. കാർബറാണ്ടം എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിലക്ക് ഇൻഡസിലും അതുപോലെ കാർബറാണ്ടത്തിനുമാണ് ഈ പറയുന്ന ക്യാപ്റ്റീവ് പ്ലാന്റുകൾ കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. രാജ്യത്ത് പൊതുവിലുള്ളൊരു നില ഈ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റുകളെല്ലാം തന്നെ ആ സ്ഥാപനങ്ങൾ എത്രമാത്രം തുടരുന്നുവോ ആ കാലത്തെല്ലാം അത് നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ സ്ഥാപനത്തിന് 30 വർഷത്തേക്കാണ് കരാർ കൊടുത്തത്. അവർ പിന്നീട് 30 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ കൊടുക്കുന്നു. നേരത്തെ 2018 പ്രളയത്തിൽ ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവർ ഈ സ്ഥാപനം കേരളത്തിൽ പുതിയ കുറേ സംരംഭങ്ങൾ ആരംഭിക്കാൻ സന്നദ്ധമാണ് എന്നുള്ളത് ആ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. 3 പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഗ്രഫീൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, വൈറ്റ് ഫ്യൂസ്ഡ് അലുമിനിയം ഫാക്ടറി, അതുപോലെ തന്നെ ബാമൈറ്റ് ഫാക്ടറി. ഇവ കേരളത്തിൽ ആരംഭിക്കും എന്ന് ആ കത്തിനകത്തുണ്ട്. ഇതിന് പുറമെ 7 പുതിയ പദ്ധതികൾ കേരളത്തിൽ ആരംഭിക്കുന്നു എന്ന കാര്യവും അവർ ആ പറയുന്ന കത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവർക്ക് 8 ഫാക്ടറികൾ കേരളത്തിലുണ്ട്. കേരളത്തിലാകെ 1000-ൽ ഏറെ ആളുകൾക്ക് അവർ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇവരുടെ ഈ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ KSEBയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നതിലേക്കാണല്ലോ ചർച്ച. കേരളത്തിന് ആവശ്യമായിട്ടുള്ള കേരളത്തിലെ മൊത്തം വൈദ്യുതി ഉപയോഗം ശരാശരി 30,000 ദശലക്ഷം യൂണിറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ സ്ഥാപനത്തിൽ നിന്ന് എത്രയാ കിട്ടുന്ന വൈദ്യുതി? 30 ദശലക്ഷം യൂണിറ്റാണ്. അതിൻ്റെ ഈ പറയുന്ന പിന്നെ പ്രസരണ നഷ്ടമൊക്കെ കഴിഞ്ഞാൽ 27 ദശലക്ഷം യൂണിറ്റാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം ആവശ്യത്തിൻ്റെ 0.09% ആണ്. 1% പോലും ഇല്ല. 0.09% ആണ് അതിന് കിട്ടുക. പിന്നെ ഇതിന് ഇപ്പോൾ KSEBക്ക് ഒരു കൊല്ലത്തിൽ 4.5 കോടി മുതൽ 5 കോടി വരെ KSEBക്ക് ഈ പറയുന്ന സ്ഥാപനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായ വകുപ്പിന് ഇതിലുള്ള താല്പര്യം എന്താണ് എന്നുള്ളതാണ്. കാരണം പ്രാഥമികമായ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വ്യവസായ വകുപ്പിന് നേരെയാണ്. അല്ല, കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ നിലനിർത്താൻ ആവശ്യമായ ഉത്തരവാദിത്വം വ്യവസായ വകുപ്പിനല്ലാതെ മറ്റാർക്കാ? അത് വ്യവസായ വകുപ്പിന് അതിനുള്ള ഉത്തരവാദിത്തമാണല്ലോ. അതാണ് അതിലെ താല്പര്യം. അതാണ് അതിലെ താല്പര്യം. ഞാൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞു. എനിക്ക് അങ്ങയുടെ ഒറ്റ കാര്യം കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഒന്ന്, അങ്ങ് പറയുന്നത് ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ആണ്, ശരി, അതിൽ ആർക്കും തർക്കമില്ല. രണ്ടാമത്തെ, ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അടക്കം വഹിക്കുന്നത് ആ കമ്പനിയാണ് എന്ന്.
ഇത് BOT വ്യവസ്ഥയിലുള്ളൊരു പ്രോജക്റ്റ് അല്ലേ? അതിലെ മെയിൻ്റനൻസ് അവരല്ലേ വഹിക്കേണ്ടത് ആ കരാർ പ്രകാരം? അതെന്തോ പുതിയ പ്രധാനപ്പെട്ട കാര്യമായി അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തേത് 2 പ്രോജക്റ്റുകളുണ്ട് ഇത്തരത്തിലുള്ളത്. അതിലൊന്നിൽ കരാറിൽ തന്നെ പറയുന്നുണ്ട് ഇത് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാമെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റിന്റെ കരാറിൽ അത് പറയാത്തത്? അപ്പോൾ ഇത് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന കരാർ ഉണ്ടാക്കിയ കാലത്തുള്ള ബോധ്യമുണ്ട്. LDFന്റെ കാലത്ത് തന്നെയാണ് എങ്കിൽ പോലും അന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല, 30 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ആസ്തി എന്ന നിലയ്ക്ക് അന്ന് അതിനെ കണ്ടിരുന്നു. ഇപ്പോഴാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ പുതിയ 10 പ്രോജക്റ്റ് സ്ഥാപിക്കുന്നുണ്ട് എന്നവരൊരു കത്തിൽ പറയുന്നു. നമ്മൾ പുതിയ കരാർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രോജക്റ്റ് സ്ഥാപിച്ചില്ല എങ്കിൽ ഇത് സർക്കാരിൽ വീണ്ടും നിക്ഷിപ്തമാകുമെന്നൊരു ക്ലോസ് വെക്കുന്നുണ്ടോ? ഇല്ല. അവരൊരു കത്ത് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു കമ്പനി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു 10-25 വർഷത്തേക്ക് കൂടി ഇങ്ങനൊരു കരാറ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നല്ലാതെ കിട്ടേണ്ടതില്ല എന്ന് വിചാരിക്കില്ലല്ലോ. അപ്പം അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ കണ്ണടച്ച് ഒരു എഴുത്തും കുത്തുമില്ലാതെ അംഗീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് നമുക്കുള്ളത്? ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ചോദ്യം. ഈ സ്ഥാപനത്തിൻ്റെ 2023-24 അവരുടെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാണ്. അതിനകത്ത് കേരളത്തിൽ ആരംഭിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിലകുറവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാലോ കേരളത്തിൽ അവരേതെല്ലാം സ്ഥലത്ത് ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരാരംഭിക്കുന്നത് എടപ്പള്ളിയിലാണ്, അലുമിനിയം ഫ്യൂഷൻ ഫെസിലിറ്റി. അവരാരംഭിക്കുന്ന കൊരട്ടിയിൽ SIC പ്രൊഡക്ഷൻ ഫെസിലിറ്റി, എടപ്പള്ളിയിൽ തന്നെ ന്യൂ ഗ്രെയിൻ എനർജി പ്രോജക്റ്റ്, കളമശ്ശേരിയിൽ പുതിയ സോളാർ പ്ലാന്റ്. ഏത് കമ്പനിക്കും അവർ മുന്നോട്ട് അവർക്ക് പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കാം. അത് വേണമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിൻവലിക്കാം. ഞാൻ ചോദിക്കുന്നത് ഈ കരാർ പുതുക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന 10 പ്രോജക്റ്റുകൾ പുതുതായി സ്ഥാപിക്കുന്നില്ല എങ്കിൽ ഈ പ്രോജക്റ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിനുള്ള അവകാശം നിങ്ങളിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുമെന്നൊരു ക്ലോസ് വെക്കുന്നുണ്ടോ? നമ്മൾ പുതിയൊരു ചട്ടം അല്ലെങ്കിൽ പുതിയൊരു കരാറിലേക്ക് നമ്മൾ അധിക കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ സർക്കാരിന് അനുകൂലമായ ക്ലോസുകൾ കൂടി വെക്കണ്ടേ അതിൽ? അല്ലാതെ നിങ്ങൾ കമ്പനി നിങ്ങൾ പറയുന്നിടത്ത് എന്നുള്ള രീതിക്കാണോ? അല്ല, ഇതില് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2022 ചേർന്ന യോഗമുണ്ട്. ആ യോഗമാണ് തത്വത്തിൽ ഇവരുടെ കരാർ നീട്ടിക്കൊടുക്കാൻ ആലോചിക്കുന്നത്. അതിൻ്റെ മേലെയാണ് 2024 ഫെബ്രുവരിയിൽ ഈ കാര്യം സംബന്ധിച്ച് തീരുമാനമാകുന്നത്. ആ തീരുമാനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട് KSEBയും അതുപോലെ തന്നെ ഈ പറയുന്ന കാർബറേറ്ററും തമ്മിൽ ഒരു പ്രത്യേകമായ കരാർ വെക്കണം. കൃത്യമായ നിലയ്ക്ക് വ്യവസ്ഥയുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ 1990 കേരള ഗവൺമെൻറ് ആദ്യമായിട്ടാണ് 90 നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരം ഒരു പുതിയ നയം പ്രഖ്യാപിക്കുന്നത്. അതുവരെ കേരളത്തിലില്ല. ഈ പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലക്കോ സ്വതന്ത്രമായിട്ടോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ആരംഭിക്കാം എന്ന നയപരമായ തീരുമാനമെടുക്കുന്നത് 90-ലാണ്. 91-ൽ ഇത്തരം കരാറുണ്ടാക്കുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ്. അതുകൊണ്ട് അന്നീ പറയുന്ന പോലെയുള്ള വ്യവസ്ഥയില്ല. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. 90-ന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത്? അതിൽ പറയുന്നത് എന്താ? ഈ പറയുന്ന ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ 51% ഉപയോഗിച്ച് 49% അവർക്ക് വിൽക്കാവുന്നതാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. എന്താ ആ കാര്യം സംബന്ധിച്ച് പറയുന്നത്? ഇവിടെ അത് നേരത്തെ ഇല്ല. ഈ കരാർ അംഗീകരിക്കുന്ന 94-ൽ അത്തരം ഒരു വ്യവസ്ഥയില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഇത്തരം ക്യാപ്റ്റീവ് പവർ പ്രൊജക്റ്റുകൾ ഏതെങ്കിലും വ്യവസായ സ്ഥാപനവുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടായാൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 51% മാത്രമേ അവർ ഉപയോഗിക്കേണ്ടതുള്ളൂ. 49% അവർ തീരുമാനിക്കുന്ന വിലക്ക് വിൽക്കാവുന്നതാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമാണ്. അല്ല, പക്ഷെ കരാറിന്റെ സമയമൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ പൊതു ആസ്തിയിലേക്ക് ഇത് ഉൾച്ചേർക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ വളരെ വിശാല മനസ്സോടുകൂടി നിങ്ങൾ തന്നെ വെച്ച് അനുഭവിച്ചുകൊള്ളൂ എന്ന നിലയ്ക്ക് ഇതിനെ പരിഗണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഏതാണ്ട് ഒറ്റക്കാര്യം കൂടി ഞാൻ പറയാം. ഈ കാര്യം സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് സ്ഥലം MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, ഈ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കേരളത്തിലെ വൈദ്യുതി ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ ഞങ്ങൾക്ക് കേരളത്തിലെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വെള്ളം, നമ്മുടെ സ്ഥലം, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അപ്പാടെ അല്ല, നിങ്ങൾ എല്ലാ കാലത്തേക്കും സൗജന്യമായി തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ വ്യവസായ സംരംഭം കൊണ്ടുപോകൂ എന്ന് ഒരു കമ്പനിക്ക് മാത്രമായി വാശി പിടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മറ്റെല്ലാ കമ്പനികളും ഈ പറയുന്ന ഇലക്ട്രിസിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്തല്ലേ ഇവിടെ ജീവിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നത്. ഇവർക്ക് മാത്രം എന്താ വല്ല പ്രത്യേകതയുമുണ്ടോ? അല്ല, എന്തിനാണ് ഇങ്ങനെയാണ് ക്യാപ്റ്റീവ് പ്രോജക്റ്റ്? അല്ല, അങ്ങനെ നിങ്ങൾ പറയുന്ന ന്യായമെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ പ്രൊജക്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, 91 ഈ പറയുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇവർക്ക് വെക്കുന്നു. നമ്മളത് അംഗീകരിക്കുന്നു. നല്ലൊരു കമ്പനി വരട്ടെ, 10-30 വർഷക്കാലം ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കാമെന്ന്. അത് നമ്മുടെ ഒരു മിനിറ്റ്, നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള താല്പര്യം.
ഇത് പക്ഷേ ഉള്ള കാലം നിങ്ങൾ തന്നാലേ ഞങ്ങൾ ഇവിടെ നിൽക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നത്, തിണ്ണമെടുക്ക് കണക്കുന്നത് നമ്മൾ ഏകപക്ഷമായി അംഗീകരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചേ ഉള്ളൂ. ശ്രീ പ്രകാശ് മാസ്റ്റർ ഒന്ന് ക്ഷമിക്കണം, ഞാൻ മറ്റതിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നോക്കൂ 2022 ഒരൊറ്റ മിനിറ്റ് പ്രകാശ് മാഷ് അങ്ങനെ പോലെ ഞാൻ വരാം അങ്ങയിലേക്ക്, ഒന്ന് ക്ഷമിക്കൂ. ശ്രീമതി ദീപ്തി മേരി വർഗീസ് നോക്കൂ, ഡോക്ടർ രാജൻ ഖോബ്രഗഡെ 2022 അന്നത്തെ ബോർഡ് ചെയർമാനാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നുണ്ട് 2003 ഓപ്പൺ ആക്സസ് സംവിധാനം വന്നതിന് ശേഷം ഈ പറയുന്ന വ്യവസ്ഥ ലംഘിച്ച് കരാറിലെ വ്യവസ്ഥ ലംഘിച്ച് വൈദ്യുതി ഉൽപാദനവും വിൽപ്പനയും നടത്തിയെന്ന് KSEB കണ്ടെത്തി സംസ്ഥാന സർക്കാരിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെ കരാർ ലംഘനമടക്കം ചരിത്രമുള്ള ഒരു കമ്പനിക്കാണ് നമ്മൾ 25 വർഷക്കാലത്തേക്ക് കൂടി ഇത് കൊടുക്കാമെന്ന തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പ്രകാശ് മാഷ് പറയുന്നത് അല്ലെങ്കിൽ ഈ കമ്പനി ഇവിടുന്ന് പോകും എന്ന് ഭീഷണിയുണ്ട്. അങ്ങനെ പോയാൽ വലിയ നഷ്ടമുണ്ട്, വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നഷ്ടമാകും, ഇവർ കൊടുക്കുന്ന തൊഴിൽ നഷ്ടമാകും എന്നുള്ളതൊക്കെ. ഇപ്പൊ നാളെ മുതൽ മറ്റ് കമ്പനികൾക്കും സമാനമായ അവകാശവാദം ഉന്നയിച്ചുകൂടെ? നമ്മുടെ ഡാമുകൾക്ക് മുകളിൽ ഞങ്ങൾക്ക് സ്വന്തം യാതൊരു ചെലവുമില്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായി വൈദ്യുതി നിർമ്മിച്ച് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ഒപ്പുവെച്ച് കൊടുക്കേണ്ടി വരില്ലേ? ഈ മാധു, നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി ചാർജ് നിരക്ക് വർധന ഏറ്റവും അധികം പ്രശ്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പ്രകാശം മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർക്ക് ബോധ്യമുണ്ടാവണം. നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്? സാധാരണ ജനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണിത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇവിടെ പ്രകാശം മാസ്റ്റർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ കമ്പനിയുടെ ഏജന്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞതുപോലെ ഈ കാർബോറാണ്ടം കമ്പനിയുടെ ഏജന്റായി വർത്തിക്കുന്ന മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മന്ത്രിയുമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവരൊരു കോക്കസ് ആയിട്ട് ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ 91 ഒപ്പിട്ട ഈ കരാർ 94 ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നു. ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് ഈ കരാറിൽ നിരവധി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത്. ആ വ്യവസ്ഥയുടെ, ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ആ വ്യവസ്ഥയുടെ ലംഘനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കരാർ വ്യവസ്ഥയുടെ ലംഘനം എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സകല സാധന സാമഗ്രികൾ, ജനറേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും യന്ത്ര സാമഗ്രികളും സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കൈമാറണം എന്നുള്ളതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ അങ്ങനെയാണെന്നിരിക്കെയാണ് കരാർ ലംഘനം കൂടി അതിനോടൊപ്പം നടന്നിരിക്കുന്നത്. എന്താണ് കരാർ ലംഘനം? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്, ഇപ്പോൾ ഇവിടെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ അത് എങ്ങനെയാണ് ഓപ്പൺ ആക്സസിലേക്ക് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് KSEBക്ക് കൊടുക്കുന്നത്. അവിടെയാണ് കരാർ ലംഘനം കൃത്യമായി വരുന്നത്. KSEBക്ക് കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് പീക്ക് ടൈം അല്ലാത്ത പകൽ സമയത്തുള്ളതും അതേപോലെ തന്നെ മറ്റുള്ളത് പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത് പീക്ക് ടൈമിലുമാണ്. അപ്പോൾ അതിൽ നിന്ന് പോലും ലാഭമുണ്ടാക്കുകയാണ്. അത് കരാർ ലംഘനമാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കമ്പനിക്ക് KSEB നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷത്തേക്ക് ഈ പുതുക്കി നൽകുന്നത്, നിലവിലിപ്പോൾ ഈ കരാർ ലംഘനം നടത്തിയ, മാധു സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് വീണ്ടും ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ പുറകിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ കമ്പനിക്ക്, കാർബോറാണ്ടം എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് നീട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി നിന്നു പോകുന്ന സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള കമ്പനികളും മറ്റുള്ള വ്യവസായങ്ങളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുകയാണ്. കാർബോറാണ്ടം കമ്പനി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി അതിൻ്റെ യൂണിയൻ്റെ നേതാവായിട്ടിരുന്ന കമ്പനിയാണ്. കാലങ്ങളായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുമായി കൂടി നിന്നുകൊണ്ട് ഈ കരാർ ലംഘനങ്ങൾ നടത്തിയിട്ടും ആ കരാർ ലംഘനങ്ങൾ നടത്തിയ ഈ കമ്പനിക്ക് വീണ്ടും വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട്, എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് അടുത്ത 25 വർഷത്തേക്ക് കൊടുക്കുവാനാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അഴിമതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ദീർഘകാല കരാർ എന്തുകൊണ്ടാണ് പിൻവലിച്ചത്? അങ്ങനെ പിൻവലിച്ചത് കൊണ്ട് എത്ര നഷ്ടമാണ് നമുക്കുണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ഇന്ന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ദീർഘകാല കരാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ
4.29 എന്നുള്ള നിരക്കിൽ കൊടുത്തിരുന്നത് ഇന്നിപ്പോൾ 10 മുതൽ 12 രൂപ വരെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ, അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം നിലവിൽ അദാനി പോലെയുള്ള കമ്പനികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘകാല കരാർ ഈ കുറഞ്ഞ നിരക്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്നപ്പോൾ കൊടുത്തിരുന്ന അതേ കമ്പനികൾ അദാനി പോലെയുള്ള കമ്പനികൾക്കാണ് സർക്കാർ ഏറ്റെടുത്താൽ പോലും കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് നാമമാത്രമാണ്. അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത്. അല്ല മാധു, അതായത് 12 മെഗാവോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശ് മാസ്റ്റർ പറയുന്നത് അത് വളരെ നിസ്സാരമാണെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ തന്നെ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന ഈ കറണ്ട് ചാർജ് കൂടാതെ തന്നെ മെയ് മാസത്തിൽ വീണ്ടും അത് കൂട്ടുന്ന ഒരു സാഹചര്യം വരും. ഏതാണ്ട് 250 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 50 മുതൽ 100 രൂപ വരെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതെങ്ങനെയാണ് അതിനെ നിസ്സാരമായി കാണാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു വ്യവസ്ഥ പ്രകാരം ഒരു കമ്പനി വൈദ്യുതി ഉൽപ്പാദിച്ച് അതിന്റെ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ അതിന്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും സംസ്ഥാന ഗവൺമെന്റിന് KSEBക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട, അത് വളരെ നിസ്സാരമായ വളരെ കുറച്ച് കരണ്ടേ ഉള്ളൂ. ഇത്രയും കാലത്തിന് ശേഷം ഇനി ഒരു 25 വർഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം ഈ സാധനങ്ങൾ നമുക്ക് തിരികെ നൽകേണ്ടി വരുന്ന സമയത്ത് അതിന്റെ ഒരു ഉപയോഗം എന്നൊക്കെ പറയുന്നത് കാലഹരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട്. ഇത്രയും, അതായത് നമ്മുടെ സമ്പത്ത്, പൊതുസമ്പത്ത് ഇങ്ങനെ മറ്റൊരു കമ്പനി കടങ്കൽ വെച്ച് കൊടുക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജയസൂര്യൻ നോക്കൂ, അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ്. അത് വ്യക്തമായ കാര്യങ്ങൾ പഠിക്കാതെയാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രതിരോധം എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്, ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അന്നത്തെ മന്ത്രിയായിരുന്നു ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ കഴിഞ്ഞ ഇടയ്ക്കും ആ വിവാദമുണ്ടായ സമയത്ത് പറയുന്നത് ഇങ്ങനെ ഒരു MOU ഒപ്പുവെച്ചത് അവരുടെ വകുപ്പ് അറിയാതെയാണ് എന്നുള്ളതായിരുന്നു. അന്നും വ്യവസായ വകുപ്പ് നടത്തിയ ഒരു കോൺക്ലേവിന്റെ ഭാഗമായിട്ടാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത്. സമാനമായി ഇവിടെ KSEB നോക്കുകുത്തിയാണ്. KSEBക്ക് താല്പര്യമില്ലെന്ന് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ, പക്ഷെ വ്യവസായ വകുപ്പിന് താല്പര്യമുണ്ട്. അങ്ങനെ വകുപ്പുകളുടെ അവകാശത്തിലേക്ക് കടന്നു കയറിയെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് എന്തു താല്പര്യത്തിന്മേലായിരിക്കണം? അല്ല, ഇവിടെ വ്യവസായ വകുപ്പ് ഒരു കാര്യം പറയുന്നു, KSEB വേറൊരു കാര്യം പറയുന്നു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. KSEBക്ക് ഇവിടെ സ്വന്തമായ മന്ത്രിയുണ്ട്. ആ KSEBയുടെ മന്ത്രി ഇടതുപക്ഷത്തിൻ്റെതാണ്. വ്യവസായ വകുപ്പിന് മന്ത്രിയുണ്ട്, അത് ഇടതുപക്ഷത്തിൻ്റെതാണ്. ഇതെല്ലാം ഒരൊറ്റ മന്ത്രിസഭയിലെ വിവിധ മന്ത്രിമാർ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്? എനിക്കിവിടെ അത്ഭുതം തോന്നുന്നത്, കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും മാധു തന്നെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം ഞാൻ അറിയുന്നിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, 2 തവണ MLA ആണ്. ആ വ്യക്തി ഈ ചർച്ചയുടെ ആദ്യത്തെ 15 മിനിറ്റ് സമയം മുഴുവൻ ഘോരം വാദിച്ചത് ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? കുത്തക മുതലാളിത്വ ബൂർഷ സാമ്രാജ്യത്വ ശക്തി, മൂലധന ശക്തി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയെ സംസാരിക്കുന്നതൊന്നും ഇന്ന് കണ്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മുരുകപ്പ ഗ്രൂപ്പിന്റെ കാർബറേറ്റർ കമ്പനി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയല്ലേ? ആ സ്വകാര്യ കമ്പനിക്ക് ആ അവകാശമുണ്ട്, അവർ ഈ അവകാശമുണ്ട്, അവർ 12 യൂണിറ്റ് തുടങ്ങുമെന്ന് കത്തെഴുതി തന്നിട്ടുണ്ട്. അവരുടെ ആ വൈദ്യുതി എന്ന് പറയുന്നത് കേരളത്തിലെ ആകെ വൈദ്യുതിയുടെ 0.01% എന്നും അതൊന്നും വലിയ കാര്യമല്ല എന്ന് പ്രകാശൻ മാഷ് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പം അതേ പ്രകാശൻ മാഷ് തന്നെ പറയാണ്, ഈ കമ്പനി എങ്ങാനും പൂട്ടിപ്പോയാൽ, അതായത് മുരുകപ്പ ഗ്രൂപ്പ് ഈ പറയുന്ന മണിയാർ പദ്ധതി പൂട്ടിപ്പോയാൽ ഇവിടുത്തെ വ്യവസായ മേഖല സ്തംഭിച്ചു പോവില്ലേ എന്നും കൂടെ ചോദിക്കുന്നു. അല്ല, അത് മണിയാർ പദ്ധതിയല്ല. മണിയാർ പദ്ധതി പൂട്ടിപ്പോയാൽ എന്നുള്ളതല്ല ഈ പറയുന്ന മണിയാർ പദ്ധതി. അവർക്ക് ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് അവർക്ക് കൊരട്ടിയിലടക്കം ഉള്ള അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അത്തരം പ്രോജക്റ്റുകൾ, ഇനി വരാനിരിക്കുന്ന 10 പ്രോജക്റ്റുകളുടെ പ്രപ്പോസൽസ്, ഇതെല്ലാം പൂട്ടിപ്പോകുമെന്നുള്ളതാണ് പ്രകാശ് മാഷ് ഉന്നയിച്ചത്. അദ്ദേഹം കൊണ്ടുവന്ന ആശങ്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പ്രകാശൻ മാഷോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവിടെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന 6 ജലവൈദ്യുത പദ്ധതികളുണ്ട്, അത് എന്തുകൊണ്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നില്ല? അതുപോലെ തന്നെ ഭാവി ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്ന 37 വൈദ്യുത പദ്ധതികളുണ്ട്. അങ്ങനെ 37 43 ജലവൈദ്യുത പദ്ധതികൾ വഴിയിലിട്ട് ഇഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല, അത് കമ്മീഷൻ ചെയ്തിട്ടില്ല.
അപ്പോൾ അത് 43 ജലവൈദ്യുത പദ്ധതികൾ കമ്മീഷൻ ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയാ? സ്വകാര്യ കുത്തക ബൂർഷ്വാ മുതലാളിമാരെ സഹായിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കോടാനുകോടി രൂപ, ഈ മണിയാർ പദ്ധതിയിൽ തന്നെ 625 കോടി രൂപയുടെ അഴിമതി ആരോപണ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 43 കമ്പനികൾ പദ്ധതി വന്നാലുണ്ടാകുന്ന അഴിമതി എത്ര വലുതായിരിക്കും? അപ്പോൾ കൃത്യമായിട്ടും കുത്തക മുതലാളിത്തത്തെ സഹായിക്കുകയും ബൂർഷ്വാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും മൂലധന ശക്തികൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമായത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 43 ജലവൈദ്യുത പദ്ധതികളാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡീസൽ കത്തിക്കുന്നു, കൽക്കരി കത്തിക്കുന്നു, നാഫ്ത കത്തിക്കുന്നു, അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതിനൊക്കെ പൈസ അങ്ങോട്ട് കൊടുക്കണം. 1 കിലോ കൽക്കരിക്ക് ഏറ്റവും കുറഞ്ഞത് 18 രൂപയുണ്ട്, നാഫ്തയ്ക്ക് 60 രൂപയുണ്ട്, ഡീസലിന് 90 രൂപയുണ്ട്. വിലയൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ കത്തിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് അദാനിയും അതേപോലെ ടാറ്റായും അങ്ങനെ ടോറന്റ് പവറും ഒക്കെ അവരവിടുന്ന് 1 രൂപ 75 പൈസ മുതൽ 4 രൂപ 20 പൈസ വരെ യൂണിറ്റിന് വൈദ്യുതി ഇങ്ങോട്ട് തരുന്നുണ്ട്. ഇതേ കേരള ഗവൺമെന്റ് ടാറ്റ കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ടാറ്റ കമ്പനിയോട് വൈദ്യുതി മേടിക്കാനും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് യാതൊരു മടിയുമില്ല. പറയുമ്പോൾ വലിയ കമ്മ്യൂണിസം പറയുകയും കുത്തല മുതലാളിത്തത്തെ എന്നും ചീത്ത പറയുകയും മൂലധന ശക്തികളെയും ബൂർഷ്വകളെയും എതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് അവരുടെ കമ്പനി ബാക്കിയുള്ള വൈദ്യുതി അത് വേണമെങ്കിൽ വിൽക്കാം എന്നുള്ള കേന്ദ്ര നിലപാടാണ് പ്രകാശ് മാസ്റ്റർ കുറച്ചു മുമ്പ് ഉന്നയിച്ചത്. നമ്മൾ കൊരട്ടിയിൽ KSEB കൊടുക്കുന്ന വൈദ്യുതിക്ക് പകരമാണ് ഈ പറയുന്ന മണിയാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് നൽകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി അവർക്ക് സൗജന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന 17% അവിടെ ഉന്നയിച്ചത് മുഴുവൻ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മന്ത്രി P രാജീവാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ചട്ടലംഘനം നടത്തി വൈദ്യുതി വിറ്റു എന്ന് ഗോബ്രഗഡ നേരത്തെ റിപ്പോർട്ട് കൊടുത്തത്? മുഴുവനായി ഉപയോഗിക്കാതെ കുറഞ്ഞ നിരക്കിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി അവനവന്റെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ഈ പറയുന്ന ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റുള്ളവർക്ക് വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുൻ ചെയർമാനാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് സർക്കാർ എന്തിനവർക്ക് കൊടുത്തു എന്ന ഉദ്ദേശ ലക്ഷ്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് അവരുടെ വ്യവസായത്തിന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യം ഉന്നയിക്കാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പ്രകാശ് മാസ്റ്റർ, നമ്മൾ എന്തിനാണ് ഇവർക്ക് ഈ പ്രോജക്റ്റ് അനുമതി നൽകിയിരിക്കുന്നത്? അവരുടെ വ്യവസായത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അല്ലേ? അത് സ്വാഭാവികമായും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ വേണം. അവർക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഴുവൻ ലാഭവും അവരിവിടെ നിൽക്കുന്നതിന്റെ മുഴുവൻ അസ്തിത്വവും ഉത്തരവാദിത്വവും ഒക്കെ സർക്കാരിനാണ്. സർക്കാരിന്റെ മുഴുവൻ ചെലവിൽ അവർ വേണമെങ്കിൽ ലാഭം ഉണ്ടാക്കിക്കോട്ടെ എന്ന ആവശ്യം നമുക്ക് എന്താണ് മാഷേ? ഇവിടെ BJPയുടെ ജയസീറിനോടേക്കുള്ള ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്. ഇപ്പം മുതലാളിമാർക്കെതിരായിട്ട് എന്തൊരു സംസാരമാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഉന്നയിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, BOT എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന ആരാ? BOT എന്നുള്ള സംവിധാനം കൊണ്ടുവന്ന ഇവർ രണ്ടുപേരും അല്ലേ? ഈ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കുറേ കാലം ഓൺ ചെയ്ത് അതിന് ലാഭമെല്ലാം എടുത്ത് അത് വിൽക്കാം, പിന്നീട് ഗവൺമെൻറ് കൊടുത്താൽ മതി എന്ന തീരുമാനം ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റുകളല്ലേ? BJPയുടെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ. 5000-ലേറെ കോടി ഞാൻ പറയാം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ കോടികൾ ചെലവാക്കിയിട്ട് ഇവിടെ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാക്കിയാൽ 20 കൊല്ലത്തേക്ക് ഒരൊറ്റ നയാ പൈസ കേരളത്തിന് കിട്ടില്ല എന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കിയ ആള് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ദീപ്തിയുടെ പാർട്ടിയല്ലേ? എന്നിട്ട് അവര് മുതലാളിമാർക്കെതിരെ അദാനിയുടെ കയ്യിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങിയ ആളല്ലേ ഈ ജയസൂര്യൻ്റെ പാർട്ടി? അവരെല്ലാം ഈ അഴിമതിക്കെതിരെ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാപ്റ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള തീരുമാനം വരുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്ത് വ്യവസായം വരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട കാര്യമാണ്. അവിടെ ഈ പറയുന്ന വ്യവസ്ഥ ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഇവർ പറയുന്ന കേട്ട് തോന്നുക ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ടിൻ്റെ പൈസ കുറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ 30,000 ദശലക്ഷം വൈദ്യുതി ആവശ്യമുള്ള സ്ഥാനത്ത് ഈ പദ്ധതിയിൽ കിട്ടുന്നത് 30 ദശലക്ഷമാണ്. അല്ല, ആര് പറയുന്നതായിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. 30 ദശലക്ഷമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകെ ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ 0.09 അല്ല, ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ മാധു ആളുകൾ. കേരളത്തിലെ മൊത്തം ആവശ്യതയുടെ 0.09% വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ചാർജ് കുറയോ? വൈദ്യുതി സൗജന്യമായിട്ട് വില കൊടുക്കാൻ വേണ്ടി കഴിയുമോ? പകരം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്താ? ഇവിടെ ഇപ്പോൾ കേരളത്തിലിപ്പോൾ ആകെ 2 ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റേ ഉള്ളൂ.
ഒരുപാട് പ്രോജക്റ്റ് ഒന്നുമില്ല. മറ്റവരാവശ്യപ്പെട്ടാലോ ഇവരാവശ്യപ്പെട്ടാലോ രണ്ടാമത്തെ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ആരൊക്കെ അംഗീകരിച്ചതാ? UDFിന് ഈ രമേശ് ചെന്നിത്തലയുടെ ഗവൺമെന്റ് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? 30 കൊല്ലം കഴിഞ്ഞാൽ നീട്ടിക്കൊടുക്കാം. കരാർ തന്നെ പറഞ്ഞല്ലോ, പറഞ്ഞിട്ടില്ലേ? ആകെ 2 പദ്ധതിയുള്ളൂ, വേറെ പദ്ധതിയൊന്നുമില്ല. നിലവിലുള്ള 2 പദ്ധതിയിൽ ഒന്നിന് നീട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? നീട്ടിക്കൊടുക്കാൻ അതിൽ തന്നെ വ്യവസ്ഥയുണ്ട്. നീട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? നീട്ടിക്കൊടുക്കാന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ ചെയ്യുന്നത് അല്ല, അപ്പൊ നീട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ BOT പദ്ധതിക്കെതിരാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അത് പിന്നെയും നീട്ടിക്കൊടുക്കാന്നുള്ളതാണ്. പിന്നെ പ്രാഥമികമായ മാഷെ ഞാൻ ചോദിച്ചെന്താണ് ഒരു പ്രോജക്ട് നടപ്പിലാക്കാൻ വേണ്ടി, ഒരു വ്യവസായം നടപ്പിലാക്കാൻ വേണ്ടി വൈദ്യുതി അവർക്ക് ലാഭത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നു. ന്യായം. അതിന്റെ കൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വിറ്റും കൂടി പൈസ ഉണ്ടാക്കിക്കോളൂ എന്ന നിലപാട്. ഇതാ നോക്കൂ, ഈ പറയുന്ന ഓപ്പൺ ആക്സസ് സംവിധാനം വന്നതിന്റെ കണ്ടാണ് ഈ സംവിധാനം, ഈ പറയുന്ന ഈ പ്രൈവറ്റ് കമ്പനി വീണ്ടും നമ്മളെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇനി ഒരു 25 വർഷം, ഏതാണ്ട് 10-25 കോടി ഒരു വർഷം ലാഭം ഉണ്ടാകുന്ന തരത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. നമുക്ക് താല്പര്യമില്ല അതിന്. ആ ചോദ്യം രണ്ട് കാര്യമുണ്ട്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ആ ചോദ്യം ചോദിക്കേണ്ടത് BJPയോടാണ്, കാരണം നിയമം കൊണ്ടുവന്ന BJP ആണ്. രണ്ടാമത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ഈ പറയുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന കാലത്ത് മാധു ആകെ കാർബോറാൻഡം പ്ലാന്റിന്റെ 35% ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഈ പ്ലാന്റിൽ നിന്ന് കിട്ടും. ഇപ്പോഴത്തേന്നറിയോ? നേരത്തെ അവരുടെ ആകെ ആസ്തി എന്ന് പറഞ്ഞാൽ 350 കോടിയാണ്, ഇപ്പോൾ 700 കോടിക്ക് മേലെയാണ്. ഇപ്പോൾ അവരുടെ ആവശ്യകതയുടെ 17% മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാലും അവർക്ക് 17% കിട്ടുള്ളൂ. അവിടെ അവർ വമ്പിച്ചലക്ക് ഇത് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു പറയുന്നൊരു വസ്തുതയില്ല. പിന്നെ ഞങ്ങളുടെ താല്പര്യം എന്താണ്? ഞങ്ങളുടെ താല്പര്യം വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതല്ല, വ്യവസായികൾ ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമാണ് ഈ പറയുന്ന കാർബോറേറ്റർ പ്ലാന്റ്. അത്തരമൊരു പ്ലാന്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ ഡൽഹിയിൽ ഇവർക്ക് അംഗീകാരം കൊടുത്തത്. 80 കോടിയുടെ നിക്ഷേപം നടത്തിയവർ BJPയുടെ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തില്ലേ? കോൺഗ്രസിന്റെ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് പിന്തുണച്ചില്ലേ? ഏത് സ്ഥലത്ത് അവർ ഫാക്ടറി കൊണ്ടുവരുമ്പോൾ വേണ്ടെന്ന് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. അവർ എല്ലാവരും അഴിമതി ഉന്നയിച്ച് തടസ്സം വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മൂക്ക് മുറിച്ച് ശകനം മുടക്കുക. PI ക്യാമറ വന്നു, അഴിമതി. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിനകത്ത് NH വരുന്നു, അഴിമതി. അതുപോലെ തന്നെ KFON വരുന്നു, അഴിമതി. ഒന്നും LDF നടത്താൻ പാടില്ല, നടത്തുമ്പോൾ എല്ലാം അഴിമതി പറഞ്ഞിട്ട് തടയണം. എന്നിട്ട് ഞങ്ങളെ ഗവൺമെന്റ് പോലെ തന്നെ ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് ആണ് എന്ന് ഈ കേരളത്തിലെ ഗവൺമെന്റ് വരുത്തണം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ അഴിമതിക്കാരാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് കേരളീയർക്കറിയാം. ആരാണ് അഴിമതിക്കാർ? 7,800 കോടി ഉറുപ്പിക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പാർട്ടി BJP അഴിമതിയല്ല. 2,800 കോടി ഉറുപ്പിക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പാർട്ടി കോൺഗ്രസ്, അവർ അഴിമതിയല്ല. ഒരൊറ്റ പൈസ വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് അതിനെതിരായിട്ട് കോടതിയിൽ പോയ ഞങ്ങളുടെ പാർട്ടി CPM, ഞങ്ങൾ അഴിമതി അല്ലേ? അതുകൊണ്ട് അതെല്ലാം ജനങ്ങൾക്കറിയാം. ആരാണ് കൈക്കൂലി വാങ്ങുന്നവർ, ആരാണ് അഴിമതി നടത്തുന്നവർ, ഇതെല്ലാം പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, കേരളത്തിലെ ഗവൺമെന്റ്, LDFിന്റെ ഗവൺമെന്റ് 8 കൊല്ലക്കാലമായിട്ട് അഴിമതി നിർമ്മാർജ്ജനം ചെയ്ത ഗവൺമെന്റാണ്, അഴിമതി അനുവദിക്കാത്ത ഗവൺമെന്റാണ്. ഇവിടെ UDFിന്റെ ഗവൺമെന്റ് 5 കൊല്ലം ഭരിച്ചല്ലോ, എന്തായിരുന്നല്ല? അമ്പ് കൊള്ളാത്തവരിൽ കുരുക്കൾ എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ മന്ത്രിക്കെതിരെ അഴിമതാക്ഷം ഇല്ലാതിരുന്നിട്ടുണ്ടോ? കയറി പോവുകയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ 17% എന്ന് പറയുന്നത് അവരുടെ ഉപയോഗത്തിന്റെ 17% എന്ന നിലയ്ക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ പവർ പ്രോജക്ടിന്റെ കപ്പാസിറ്റിയുടെ 17% ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന സ്മോൾ ഹൈഡ്രോ പ്രോജക്ട്സിന്റെ എല്ലാത്തിന്റെയും PLF എന്ന് പറയുന്നത് 17% മുതലാണ്. മാധു അന്ന് മനസ്സിലാക്കി നല്ലതാണ്. അല്ല അത് മാധു ഒന്ന് മനസ്സിലാക്കി നല്ലതാണ്. അവരുടെ ആകെ ഇലക്ട്രിക്കൽ ഡിമാൻഡിന്റെ 35% ഈ പറയുന്ന 94-ൽ അവർക്ക് കിട്ടിയിരുന്നു. ഇന്ന് അവരുടെ ഇലക്ട്രിക്കൽ ഡിമാൻഡിന്റെ 17% മാത്രമേ അവർക്ക് ഈ പ്ലാന്റ്. ശരി, ഞാനൊരു വാദത്തിന് അംഗീകരിക്കാം. അങ്ങനെയാണ് എങ്കിൽ അവരെങ്ങനെയാണ് വൈദ്യുതി പുറത്ത് വിൽക്കുന്നത്? അവർ വൈദ്യുതി പിന്നെ എങ്ങനെയാണ് പുറത്തു വിൽക്കുന്നത്? പുറത്തു വിറ്റു എന്ന റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ടല്ലോ. അവർക്ക് ആവശ്യമുള്ളതിന്റെ അത്ര പോലും കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ പുറത്തു വിൽക്കുന്നത്? നിങ്ങളിപ്പോ അല്ല, വൈദ്യുതി പുറത്ത് വിൽക്കുന്നു എന്ന് പറയുന്നത് വസ്തുതയല്ല. ഇപ്പൊ നേരത്തെ ഈ പറയുന്ന KSEB അയച്ചിരിക്കുന്ന കത്തിനെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത്. ആ കത്ത് മാത്രമല്ല, നിലവിലുള്ള കാര്യം ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെന്തോ കേരളത്തിൽ വലിയ, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോജക്ട് വഴി കേരളത്തിലെ ഗവൺമെന്റിന് KSEBക്ക് ഉണ്ടാക്കുന്ന വരുമാനം
അവർ വൈദ്യുതി വിറ്റിട്ടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാജൻ ഖോബ്രഗഡെ കൊടുത്ത കത്ത് തെറ്റാണെന്ന് സർക്കാർ ഏതെങ്കിലും അന്വേഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ടോ? അല്ല, രാജൻ കോബ്രഗഡെ കൊടുത്തിരിക്കുന്ന കത്തെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ. കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രിയല്ല. കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആകെയാണ്. ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് 2022 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേകമായിട്ട് മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിംഗിൽ ഈ വിഷയം എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത് തീരുമാനിച്ചത് പുതിയ എഗ്രിമെന്റോടെ KSEB അവർക്ക് ഈ പറയുന്ന കരാർ നീട്ടിക്കൊടുക്കണമെന്നാണ്. കണക്കിലാക്കിയെന്നാണോ? ഇതിപ്പോ സർക്കാർ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് അത് വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നില്ല. അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവകാശം പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ ഉണ്ടല്ലോ. രാജൻ ഖോബ്രഗഡെയുടെ കത്ത് അവിടെ ഉണ്ട് എങ്കിൽ ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടേ പുതിയ പവർ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ. അല്ലാതെ കത്ത് അവിടെ ഇരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് സർക്കാരിന് വിവേചനാധികാരമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാതെ? അതെങ്ങനെയാണ് ശരിയാവുക? ഈ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന അധികാരമുള്ളതിനെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അല്ല, അത് പക്ഷേ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത് സുതാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇനി ഒരു നിലക്കുമുള്ള കരാറയിൽ നിന്ന് വെക്കുക നിയമാധിഷ്ഠിതമായ തീരുമാനം എടുക്കില്ലേ ഗവൺമെന്റ്? എടുക്കാൻ അധികാരമില്ലേ ഗവൺമെന്റിന്? അതിനു വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഏത് പ്രോജക്റ്റും ഏത് നയപരമായ തീരുമാനത്തിന്റെ വെളിച്ചത്തിലും നടപ്പിലാക്കുമ്പോൾ അത് സുതാര്യമാണ്. അതിൽ പൊതു താല്പര്യത്തിനപ്പുറത്ത് പ്രൈവറ്റ് താല്പര്യങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങളോ മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്ന താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പൊതു താല്പര്യത്തിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളോ ഇല്ല എന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടേ, അവരെ ബോധിപ്പിക്കേണ്ടതെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വേണ്ടെങ്കിൽ വേണ്ടെന്നേ, ആർക്കാ കുഴപ്പം? വെറുതെ അഴിമതി, നിങ്ങൾ വെറുതെ ഒരു ഗവൺമെന്റിനെതിരായിട്ട് അഴിമതി എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഴിമതി രഹിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഇവിടെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാ ഇവിടെ ഷാപ്പ് അനുവദിക്കാൻ ഇത്ര കോടി ഉറുപ്പിക കൊടുത്തു ഇന്നയാൾ ഇന്നയാൾക്ക്, അതല്ലേ അഴിമതി? ഇത് വെറുതെ അഴിമതി അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിൽ നോക്കൂ, ഏത് പ്രോജക്റ്റും ഏത് നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ചോദിച്ചു വേണ്ടെന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, AI ക്യാമറയിൽ കോടികൾ അഴിമതി എന്നാണല്ലോ ഇവർ പറഞ്ഞു വന്നത്. AI ക്യാമറയിൽ ഇന്ന് വരെ സംസ്ഥാന ഗവൺമെന്റ് ഒരു പൈസ ചെലവഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അഴിമതി? വെറുതെ ഇങ്ങനെ നാല് പഠിച്ചു അതിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. മാത്രമല്ല എന്റെ വിഷയത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചേ അതിനുള്ള മറുപടി ദീപ്തി മേരി വർഗീസ്. നിങ്ങളിങ്ങനെ നോക്കൂ, നമുക്ക് ഓർമ്മയുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഉന്നയിച്ച പല ആരോപണങ്ങൾ, അതിനുശേഷവും ഉന്നയിച്ചത് AI ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾ ഇതൊന്നും സർക്കാരിനെ തൊട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിത്. വെറുതെ അങ്ങ് അഴിമതി എന്ന് പറഞ്ഞു പോകാൻ അതിനപ്പുറത്ത് യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. ഈ പ്രകാശ് മാസ്റ്റർ ഈ പറയുന്ന കാര്യങ്ങൾ, പ്രകാശ് മാസ്റ്ററോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാർബോറാണ്ടത്തിന്റെ കരാർ നീട്ടി നൽകുന്നതിനെ KSEB ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. താങ്കൾക്ക് അത് ബോധ്യമുണ്ടല്ലോ. KSEB എതിർത്തിട്ടുണ്ട്. KSEBയുടെ ചെയർമാനും ചീഫ് എഞ്ചിനീയറും ഊർജ്ജ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ഈ എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവരുടെ ഈ എതിർപ്പിനെ സർക്കാർ മുഖവിലക്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഊർജ്ജ വകുപ്പ് മന്ത്രിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ കാർബോറാണ്ടത്തിൻ്റെ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി 3 പേരും കൂടി ഇരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവർ എന്തുകൊണ്ടാണ് KSEBയുടെ ചെയർമാനും ചീഫ് എഞ്ചിനീയറും കൊടുത്ത ഈ റെക്കമെൻഡേഷൻ, ഈ എതിർപ്പിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? അടുത്ത 10 വർഷത്തേക്ക് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സകല ശേഷിയുമുള്ള ഈ പ്ലാന്റിന്, ഈ പ്രൊജക്റ്റിന് ഇത് കൈമാറി കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് 140 കോടി രൂപയുടെ പ്രയോജനമാണ് വൈദ്യുതി ഉൽപ്പാദകർക്കായി കിട്ടുന്നത്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെ 140 കോടി രൂപയുടെ ഗുണം കിട്ടുന്ന, താങ്കൾ നിസ്സാരം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് KSEBയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഇതിനെ
ഇതൊരു ചർച്ചയ്ക്ക് വയ്ക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കാർബോറാണ്ടം എന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്. ഒരു കരാർ നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് അത് നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വീണ്ടും കത്തെഴുതുകയാണ്, വീണ്ടും നോട്ടീസ് കൊടുക്കുകയാണ്. കാർബോറാണ്ടം കമ്പനിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ രേഖകളൊക്കെ പുറത്തു വന്നതാണല്ലോ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ രേഖകളൊക്കെ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടതാണല്ലോ. അപ്പോൾ ഈ രേഖകളെയൊക്കെ മുഖവിലക്കെടുക്കാതെ എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, സാമാന്യ ബുദ്ധിയുള്ള സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അഴിമതി നടത്തുവാൻ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളതാണ്. അത്ര മാത്രമേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇതിനൊരു മുൻകാല തീർത്തും സാങ്കേതികമായ കാര്യങ്ങൾ ആണ് എങ്കിൽ പോലും കൃത്യമായ രേഖകളടക്കം അദ്ദേഹം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ശേഷി എന്താണ്? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ സമരത്തിലാണ് മാധു. ഞങ്ങളിപ്പോൾ ഇന്ന് കറണ്ട് ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസ് കേരളം ഒട്ടാകെ ബ്ലോക്ക് തലത്തിലുള്ള സമരമായിരുന്നു. ഞങ്ങൾ KPCC സമരങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. കാരണം ഇത് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ സ്വകാര്യ കമ്പനിക്ക് ഇത് വിറ്റത് മാത്രമല്ല, ഇത് വീണ്ടും കൊടുക്കാൻ പോകുന്നത്, എല്ലാ കരാറും ലംഘിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ പ്രശ്നം. നമ്മൾ തൊട്ടു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തല്ലോ, ദീർഘകാല കരാർ എന്തിനാണ് ഇവർ പിൻവലിച്ചത്? ദീർഘകാല കരാർ, അദാനിയുടെ ദീർഘകാല കരാർ 4 രൂപ 29 വരെ യൂണിറ്റിനുണ്ടായിരുന്ന ആ ദീർഘകാല കരാർ UDF-ന്റെ കാലത്ത് ആര്യാട് മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് എന്തിനാണ് ഈ ഗവൺമെന്റ് പിന്മാറിയെന്ന് ഈ നിമിഷം വരെ ഉത്തരം നൽകാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 10 മുതൽ 12 രൂപ വരെ യൂണിറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ദീർഘകാല കരാർ ഉപേക്ഷിച്ച അതേ കമ്പനിക്ക് തന്നെ, അതേ അദാനി കമ്പനിക്ക് തന്നെ, അദാനിയും ജിൻഡാലും പോലെയുള്ള കമ്പനികൾക്ക്, സ്വകാര്യ കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി 2000 കോടി രൂപയുടെ കൊള്ള ലാഭമാണ് ഈ കമ്പനികൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൊള്ള ലാഭം ഈ സ്വകാര്യ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണ ജനം കറണ്ട് ചാർജ് കൊടുക്കാൻ കഴിയാതെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ വർദ്ധിപ്പിച്ച അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഈ 16 പൈസ എന്ന് പറയുന്നത് അതൊരു വലിയ കൊടും ചതിയാണ്. ഇനിയും അത് മെയ് മാസത്തിൽ കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൂടലെല്ലാം കഴിഞ്ഞാൽ 250 യൂണിറ്റിന് ഏതാണ്ട് 100 രൂപ വരെ കൂടുതലായിട്ട് സാധാരണക്കാരൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം കേരളത്തിലെ സാധാരണക്കാരന് കറണ്ട് ചാർജ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കാർബോറാണ്ടം പോലെയുള്ള കമ്പനികൾക്ക്, അതായത് നമ്മുടെ KSEBക്ക് കിട്ടേണ്ട കരണ്ട് കൊള്ള ലാഭത്തിന് പുറത്ത് മറിച്ചു വിറ്റ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശം മാസ്റ്റർ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരും വ്യവസായ മന്ത്രിയും അവരുടെ ഏജന്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആരോപണം. മാത്രം കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു വ്യവസായ മന്ത്രി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ശ്രീ ജയസൂര്യൻ, ഞാൻ അങ്ങനെയൊക്കെ വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ജയസൂര്യൻ, ഞാൻ ശ്രീ പ്രകാശം മാസ്റ്ററോട് എന്തിനാണ് നമ്മുടെ പൊതുസമ്പത്ത് ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അടിയറവ് വെച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങയോട് ചോദിക്കാനാണ് മറുപടി. അതായത് BJP-യുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ പദ്ധതി പരിഷ്കരണങ്ങൾ, നയനിലപാടുകളൊക്കെയാണ് ഈ പറയുന്ന കൊള്ള ലാഭത്തിന് കാരണമാകും വിധം സംസ്ഥാന സർക്കാരിനെ അടക്കം പല പ്രോജക്റ്റുകൾക്ക് വശംവദരാകാൻ നിർബന്ധിതരാക്കുന്നത്. അതായത് 30 വർഷം മുമ്പുണ്ടായ ഈ കരാർ, ആ 30 വർഷം മുമ്പ് BJP-യുടെ നയം BJP പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ ഇപ്പോൾ പ്രകാശം മാഷ് പറയുമ്പോൾ ഞാനൊരു തിരിച്ച് മാഷിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ എന്ത് വരുമ്പോഴും അത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വാശിയോടെ പറയുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നയാളാണ്. കേന്ദ്രത്തിൻ്റെ വിള ഇൻഷുറൻസ് ഞങ്ങൾ നടപ്പാക്കിയില്ല. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇൻഷുറൻസ് വന്നു, ഞങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ആരോഗ്യമന്ത്രി എന്ന പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് ആശുപത്രിക്ക് ഗ്രാന്റ് വേണ്ട 850 കോടി രൂപ നഷ്ടപ്പെടുത്തി, കേരളം നടപ്പാക്കിയില്ല. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, കേരളത്തിൽ നടപ്പാക്കിയില്ല.
അപ്പോൾ ഇത്രയും ആർജവമുള്ള അതേ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്ത് 30 കൊല്ലം മുമ്പ് BJP പറഞ്ഞ് നടപ്പാക്കി. ഇപ്പോൾ കരാർ കഴിഞ്ഞല്ലോ. ഈ കരാർ കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണ് മാഷെ, 30 കൊല്ലം മുമ്പ് BJP പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ ഈ കരാർ കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും BJP പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ കരാർ നീട്ടി കൊടുക്കുന്നില്ല. എന്താ പറയാത്തത്? മറ്റ് പദ്ധതികളൊക്കെ BJP പറഞ്ഞ പദ്ധതികൾ കേരളത്തിന്റെ അകത്ത് കേറ്റില്ല എന്ന് പറയുകയും അത് കേറ്റാതെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന BJPയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്ന ആ പിണറായി വിജയന് എന്തുകൊണ്ട് ഈ മുരുകപ്പ ഗ്രൂപ്പിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാൻ കഴിയില്ല? കാർബറാണ്ടം കമ്പനിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 625 കോടി രൂപയുടെ അഴിമതി CPM-ന് പണം കിട്ടിയപ്പോൾ CPM തൊഴിലാളിയെ മറന്നു, പാവപ്പെട്ടവനെ മറന്നു, കേരളത്തിന്റെ താല്പര്യങ്ങളെ മറന്നു, എന്നിട്ട് മുതലാളിയുടെ കൂടെ പോയി. ഇതാണ് ഞങ്ങൾ പറയുന്നതിന്റെ ചുരുക്കം. ഇതാണ് ഞങ്ങളുടെ ചോദ്യത്തിന്റെ ചുരുക്കം. അപ്പോൾ മുതലാളിത്തത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, BJPക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, സ്വന്തമായ നയപരിപാടികളിലൂടെ ജനങ്ങളോടൊപ്പവും തൊഴിലാളികളോടൊപ്പവും നിൽക്കാൻ, പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കാൻ CPM തയ്യാറാവണം. ഇവിടെ CPM-ന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾ ഒന്നാം തരം മുതലാളിത്ത പാർട്ടിയാ. ഓർക്കണം മാഷെ, 56 രാജ്യങ്ങളിൽ CPM-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്നു. 52 രാജ്യവും പോയി. ഇതുപോലെയുള്ള നയവ്യത്യാസം കൊണ്ടാണ് അധികാരത്തിൽ കയറുന്നവരെ തൊഴിലാളി മുതലാളിക്കെതിരെ. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ മുതലാളിയെ സംരക്ഷിക്കുക, മുതലാളിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കരാർ നീട്ടിക്കൊടുക്കുക. KSEB സ്വന്തം തൊഴിലാളി യൂണിയൻ പോലും എതിർത്തിട്ടും വ്യവസായ മന്ത്രി എന്ന് പറയുന്ന CPM-കാരൻ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ താല്പര്യം മുതലാളിത്ത താല്പര്യമാണ്. KSEB ഇതിനെ നഖശിഖാന്തം എതിർത്തില്ലേ? KSEBക്ക് ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ 2022 ഈ പറയുന്ന വട്ടമേശയിലിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് KSEBയുടെ വാക്കിനൊരു വിലയില്ലായിരുന്നോ? അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അവർ ഉന്നയിക്കുന്ന എതിർപ്പ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ഉണ്ടാകാവുന്ന നഷ്ടം ഇതൊന്നും പരിഗണിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം. ഇതില് ഇവരുടെ എല്ലാം ചർമ്മശക്തി അപാരം എന്ന് പറയൽ മാത്രമേ നിവൃത്തിയുള്ളൂ. 16 ലക്ഷം കോടി ഉറുപ്പിക 11 കൊല്ലക്കാലം കൊണ്ട് വൻകിടക്കാർ അദാനിയും അതുപോലെ തന്നെ അംബാനിയും അടക്കമുള്ളവരുടെ കടം എഴുതിത്തള്ളിയ ആളാണ് ജയസൂര്യൻ്റെ പാർട്ടി. അവരാ ഈ പറയുന്ന മുതലാളി വിരുദ്ധം. ഈ രാജ്യത്തിനകത്ത് അദാനി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഒരൊറ്റ തുറമുഖമില്ല. ഇപ്പം 24 തുറമുഖം അദ്ദേഹത്തിൻ്റെതാണ്. ആരാ കൊടുത്തിരിക്കുന്നത്? ഈ കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൊടുത്തിരിക്കുന്ന ആരാ? BJP അല്ലേ? എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ മുതലാളി വിരുദ്ധം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, BJPയും കോൺഗ്രസും ഇവരിന്ന് കോടികൾ കൈക്കൂലി വാങ്ങിയവരാണ്. ഒരു പൈസ വാങ്ങാത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പിന്നെ ഞാൻ പദ്ധതി പറഞ്ഞത് BOT ആര് കൊണ്ടുവന്നതാ? BOT ആര് കൊണ്ടുവന്നതാ? ഇവിടെ NHA എങ്ങനെ റോഡ് എടുക്കുന്നത്? റോഡ് സ്വകാര്യ മുതലാളിമാർ ഉണ്ടാക്കിയിട്ട് കൈമാറുകയല്ലേ? ഇതെല്ലാം കൊണ്ടുവന്നത് BJP ആണ്, കോൺഗ്രസ് ആണ്. ഇത് നടപ്പാക്കുക അല്ലാതെ ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ എത്ര കാലമായി NH എന്നിട്ടില്ലാത്തത്? കേന്ദ്രത്തിന് നിലപാട് അംഗീകരിക്കാൻ നേരത്തെയുള്ള ഗവൺമെന്റ് തയ്യാറായില്ല. പക്ഷേ അതുകൊണ്ട് റോഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ പ്രസക്തമായ ചോദ്യം മറുപടി അറിയാം. KSEBയുടെ നിലപാട് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? KSEB എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഒരു ബോർഡാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിലപാടുകളുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലുകൾ 140 കോടി KSEB ഒരു കമ്പനിയാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കണമെന്ന നിർബന്ധം ഉണ്ടാകും. ഈ കാർബറാണ്ടം കമ്പനിയല്ല, അവർക്ക് ലാഭം ഉണ്ടാക്കണം നിർബന്ധമില്ല. KSEBയേക്കാൾ വിശ്വാസം കാർബറാണ്ടത്തെയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ വായിൽ കയറി പറയല്ല. ഞാൻ പറയുന്നത് KSEB പറയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് അംഗീകരിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലുകൾ 140 കോടി രൂപ KSEB കൊടുക്കാനുണ്ട്. KSEB ചെയർമാൻ അതുപോലെ തന്നെ കമ്മീഷൻ എല്ലാവരും ഇത് കൊടുക്കണം. എന്തായാലും നമുക്ക് നോട്ടീസ് അയക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട് എഴുതിത്തള്ളെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ച് 2023 ഒക്ടോബർ മാസം വരെയുള്ള ഈ 140 കോടി എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. KSEBയുടെ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പൊതു താല്പര്യമാണ് കേരള ഗവൺമെൻറ് പരിശോധിക്കുക. KSEB പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞൊന്നും വരില്ല. ഇവിടെ കേരളത്തിന്റെ പൊതു താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന വസ്തുതയാണ്. നിങ്ങളിപ്പോ ഇത് KSEBയുടെ ഉടമസ്ഥതയിലാണെന്ന് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ. കൈമാറുകയല്ല, കരാർ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൺഡ് ബൈ KSEB, അല്ലാതെ ഈ കാർബറാണ്ടല്ല ഇത് ഓൺ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2 കരാറുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കരാർ ആരോ ഒപ്പിട്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ? അതിനകത്ത് ഈ പറയുന്ന 30 കൊല്ലം കഴിഞ്ഞ് നീട്ടി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ മേലെയാ
90 മാത്രമേ ഈ നയം കേരളത്തിൽ വരുന്നുള്ളൂ. 91 കരാറ്, 94 രണ്ടാമത്തെ കരാറ്. ആ കരാറിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അഴിമതിയല്ലേ. ഞങ്ങൾ പറയുന്നു അത് അഴിമതിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും കോൺഗ്രസിന്റെ സമയത്താകുമ്പോൾ അത് ഉന്നയിക്കേണ്ടത് CPM അല്ലേ? ഇപ്പൊ കോൺഗ്രസ് അല്ലേ ഉന്നയിക്കുന്നത് ഇതിൽ അഴിമതി ഉണ്ട് എന്ന്? ഞങ്ങളിപ്പോ വിഴിഞ്ഞത്തിന് കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. ഞങ്ങള് ബന്ദ് നടത്തി, ഒരുപാട് സമരം നടത്തി. ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ശരി, എന്താ ക്ലാരിറ്റി വരുത്തേണ്ടത്? അല്ല കരാറ് നീട്ടിക്കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊന്ന് എവിടെ കരാർ നീട്ടിക്കൊടുക്കണമെന്ന്? അല്ല, മണിയാറിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിയാറിൽ കരാർ നീട്ടിക്കൊടുക്കണം എന്ന് എവിടെ പറയുന്നു? മണിയാറിന്റെ കരാർ അല്ല അങ്ങനെയല്ല ശ്രീമതി ദീപ്തി മേരി വർഗീസ് തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയുള്ളത് അതിലൊന്ന് UDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചതാണ്. അതിൽ കരാർ നീട്ടിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മണിയാറിലില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 കരാറേ ഈ പറയുന്ന ക്യാപ്റ്റീവ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്യാപ്റ്റീവ് എനർജി സംബന്ധിച്ച് 2 കരാറേ ഉള്ളൂ. ഒരു കരാർ ഉൾപ്പെടുന്നത് നായനാർ ഗവൺമെന്റിന്റെ കാലത്താണ്, ഒരു കരാർ ഉൾപ്പെടുന്നത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ നേതാവായിട്ടുള്ള പാർട്ടിയുടെ കാലത്താണ്. അത് രണ്ടാമത്തെ കരാറിൽ നീട്ടിക്കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. 90 മാത്രമേ ഈ നയം കേരളത്തിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ഈ സ്വകാര്യ കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഈ നയപരമായി തീരുമാനം എടുക്കുന്നത് നായനാർ ഗവൺമെന്റാണ്. 90-ലാണ്. 91 കരാറ്. ആ കരാറിനകത്ത് ഈ കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അഭിപ്രായം ഇത് കൊടുക്കണമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് കേരളത്തിലെ വ്യവസായ വികസനത്തിനും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ KSEBിക്കാവട്ടെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഈ പറയുന്ന മുരുകപ്പ ഗ്രൂപ്പ് നോക്കൂ, ഈ പറയുന്ന മുരുകപ്പ ഗ്രൂപ്പോ കാർബറാണ്ടം കമ്പനിയോ അല്ല കേരളത്തിന്റെ തൊഴിൽ രംഗത്ത് ഏറ്റവും അധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. അതിലേറെ തൊഴിൽ ദാതാക്കളായിട്ടുള്ള പല വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇവരെല്ലാവരും നാളെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡൽ പ്രോജക്റ്റുകളുടെ ഈ പറയുന്ന വൈദ്യുതി ഉൽപാദനം അങ്ങനെ തന്നെ വീതം വെച്ച് കൊടുക്കുമോ? അല്ല, ഇത് ഞാൻ പ്രകാശ് മാസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ സർക്കാർ ഏറ്റെടുത്താൽ 10 വർഷത്തേക്ക് 140 കോടി രൂപയുടെ പ്രയോജനം നമ്മൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ പ്രകാശ് മാസ്റ്ററിന് എതിരഭിപ്രായമുണ്ടോ? സർക്കാർ ഏറ്റെടുത്താൽ ആ ലാഭം ലഭിക്കാൻ പോകുന്നത് ഈ സർക്കാരിനാണ്, ഉപഭോക്താക്കൾക്കാണ്, KSEBിക്കാണ് എന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ലാഭം വേണ്ടത് സർക്കാരിനല്ല, പകരം ഈ സ്വകാര്യ കമ്പനിക്കാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ലെന്നേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം, ഈ കമ്പനി കരാർ ലംഘനം നടത്തി എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? 2 ചോദ്യമാണ്. കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പ്രകാശ് മാസ്റ്റർ ഇല്ല. ഞാൻ പറഞ്ഞിട്ട് തുടർന്നോ? ഇല്ല എന്നാണ് അഭിപ്രായം. താങ്കൾ വായിക്കുന്നത് കേട്ടോ? ആ രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ച 2 കാര്യം മാത്രം ഞാൻ പറയാം. 21,000 കോടിയാണ് KSEBിയുടെ ഒരു കൊല്ലത്തെ ചെലവ്. ഞാൻ പറയാം, KSEB 21,000 കോടി ഉറുപ്പികയാണ് ഒരു കൊല്ലം KSEBിയുടെ ചെലവ്. 140 കോടി ഉറുപ്പിക ഇതിൽ നിന്ന് കിട്ടുന്നത് ശരിയല്ല. നിങ്ങൾ ഈ പറയുന്ന എനർജി ക്യാപ്റ്റീവ് പ്രൊജക്ടിന്റെ കാലാവധി എത്രയാ? അതിന്റെ റിട്ടേൺസ് കാലാവധി എത്രയാ? 30 കൊല്ലാണ്. 30 കൊല്ലാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. ക്യാപ്റ്റീവ് എനർജി പ്രോജക്റ്റ് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെല്ലാം ഉണ്ടല്ലോ. ഒരു ക്യാപ്റ്റീവ് എനർജി പ്രോജക്റ്റിന് പരമാവധി നിൽക്കാൻ വേണ്ടി കഴിയുന്ന കാലം 30 കൊല്ലാണ്. പിന്നെ വരുന്ന 10 കൊല്ലക്കാലം കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ 2 കാര്യം പറഞ്ഞു. ഇവിടെ 30,000 കണക്കാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ 30,000 ദശലക്ഷം വൈദ്യുതി യൂണിറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് കൊടുക്കുന്നത് 30 യൂണിറ്റാണ്, 30 ദശലക്ഷം യൂണിറ്റാണ് എന്ന് പറഞ്ഞാൽ 0.09%. 21,000 കോടിയുടെ ചെലവ്. അതിന്റെ വിപണി മൂല്യം കണക്കുകൂട്ടിയാണ് ഈ പറയുന്ന 25 കോടിയുടെ അധിക ലാഭം അടക്കമുണ്ടാകും പറയുന്നത്. കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന പ്രോജക്റ്റിൽ നിന്നും ഇവിടെ ആരും പറഞ്ഞില്ല. താരിഫ് വർധനയിലടക്കം ഇപ്പോൾ വന്നിരിക്കുന്ന താരിഫ് വർധനയെങ്കിലും ഒഴിവാക്കാൻ ഭാഗത്തിൽ എങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ ഇനി പോകട്ടെ, നയാ പൈസ കിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴെന്താ നോക്കൂ, ഈ പ്രോജക്റ്റ് അതിനുവേണ്ടി വിനിയോഗിക്കുന്ന നമ്മുടെ പൊതുസമ്പത്ത് ഇതൊക്കെ നമ്മളിൽ നിക്ഷിപ്തമാകേണ്ടതാണെന്നേ.
അതല്ലാതെ ഈ പറയുന്ന ഇനി ഉള്ള കാലം നമ്മൾ പറയുന്നുണ്ടല്ലോ മുല്ലപ്പെരിയാർ 999 വർഷക്കാലം കരാർ എഴുതി വെച്ചിട്ട് നമ്മൾ വിമർശിക്കുന്നില്ലേ? അതുപോലെ ഉള്ള കാലം മുഴുവൻ ഇവർ അനുഭവിച്ചോട്ടെ എന്ന് വെക്കാൻ ഇത് സമൂഹത്തിന്റെ പൊതുസമ്പത്താണ്, നമ്മുടെ ആരുടെയും പറയുന്ന പ്രപിതാക്കന്മാർ കണ്ടെത്തിയൊന്നല്ല. അല്ല മധു, നമ്മളിൽ നിക്ഷിപ്തമായാൽ കേരളത്തിലെ ഒരു 1500 ആൾക്ക് പണി കിട്ടില്ല, ഒരുപാട് സ്ഥാപനങ്ങൾ വരില്ല. പകരം നമുക്ക് ഈ പറയുന്ന 30 ലക്ഷം വൈദ്യുതി കിട്ടും. 1500 പേരുടെ തൊഴിൽ, 1500 പേരുടെ തൊഴിൽ, ഒരാളുടെ തൊഴിൽ പ്രധാനമാണ്, ഒരാളുടെ തൊഴിൽ പ്രധാനമാണ്. തൊഴിൽ ഈ പറയുന്ന കുത്തക കമ്പനികൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ പൊതുസമ്പത്ത് അങ്ങോട്ട് വെച്ച് മുഴുവൻ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അതിനൊരു കാലവും ഒരു പരിധിയും ഒക്കെ വേണം എന്നേ പറഞ്ഞുള്ളൂ. ശരി, ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട എന്തായാലും സംസ്ഥാന സർക്കാരാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.